नमस्ते सदा वत्सले मातृभूमे, नमस्ते सदा वत्सले मातृभूमे, त्वया हिन्दु भूमे सुखं वर्धितोऽहम्, त्वया हिन्दु भूमे सुखं वर्धितोऽहम्, महामङ्गले पुण्यभूमे त्वदर्थे, महामङ्गले पुण्यभूमे त्वदर्थे, पतत्वेषकायो नमस्ते नमस्ते, पतत्वेषकायो नमस्ते नमस्ते। 1925 വിജയദശമി നാളിലാണ് നാഗ്പൂരിലെ മോഹി ദവാഡ എന്ന പവിത്രമായ ഭൂമിയിൽ RSS ജന്മം കൊണ്ടത്. പരമപൂജനീയ ഡോക്ടർ ജി എന്ന ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ദീർഘദർശിയായ പുണ്യാത്മാവ് ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചുകൂടിയ 17 യുവാക്കൾക്ക് മുന്നിൽ പറഞ്ഞു, ഇന്ന് സംഘം ആരംഭിച്ചു എന്ന്. അങ്ങനെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം രൂപീകൃതമായി. പിന്നീടിങ്ങോട്ടുള്ള 100 വർഷങ്ങൾ ഇന്ന് ഭാരതമെന്ന രാഷ്ട്രത്തിന്റെ ഭരണസാരഥ്യം വഹിക്കുന്ന തലത്തിലേക്ക് സംഘത്തിന്റെ പ്രവർത്തന മേഖല എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ തളരാതെ പതറാതെ പദം പദം മുന്നേറിയ ചരിത്രമാണ്. ഭാരതത്തിലെ ഉയർന്ന സിവിലിയൻ അവാർഡ് ജേതാവായിരുന്ന ഡോക്ടർ ഭഗവൻ ദാസ് RSSനെ വിശേഷിപ്പിച്ചത് വളരെ ഉത്സാഹത്തോടെ സ്വയം ത്യജിക്കുന്ന കുട്ടികൾ എന്നാണ്. രാഷ്ട്രത്തിനു വേണ്ടി സ്വയം ത്യജിക്കാൻ തയ്യാറായി വരുന്ന യുവാക്കൾ ഇന്ന് ഏത് സംഘടനയിലുണ്ട് എന്നത് ഒരു ചോദ്യമായി നിൽക്കുന്നു. മറ്റ് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി അംഗത്വ ഫീസോ പ്രചാരണ കോലാഹലങ്ങളോ ഇല്ലാതെ അച്ചടക്കവും ആത്മബോധവും രാഷ്ട്രസേവനവും സനാതനധർമ്മവും നെഞ്ചിലേറ്റി മുന്നോട്ടു പോകുന്ന പ്രസ്ഥാനം. സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഭാരതത്തെ ഭാരതാംബയായി കണ്ട് മുന്നോട്ടു പോകുന്ന സംസ്കാരം അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിനു മാത്രം സ്വന്തം. രാഷ്ട്രത്തെ പരമമായ വൈഭവ പദത്തിലേക്ക് എത്തിക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം. ദേശീയതയ്ക്ക് ഊന്നൽ നൽകി സമൂഹത്തെ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനും ഐക്യത്തിനും വേണ്ടി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സംഘത്തിന് മാത്രമേ കഴിയൂ. രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയും ധർമ്മത്തെയും ഉൾക്കരുത്താക്കി അവ സംരക്ഷിക്കാൻ, ഭാരതാംബയെ സംരക്ഷിക്കാൻ സ്വയം ത്യജിക്കാൻ തയ്യാറായി വരുന്ന ഒരു പുതിയ സ്നേഹപ്രവാഹമാണ് നാം ഇന്ന് കാണുന്നത്. ആധ്യാത്മികതയിലൂന്നിയ സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ശാരീരിക മാനവിക ബൗദ്ധിക പരിശീലനത്തിലൂടെ സാംസ്കാരികമായി ഉന്നതി നേടിയ ദേശഭക്തരെ വളർത്തുക എന്നതാണ് സംഘത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആതുര സേവനവും ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനവുമെല്ലാം സ്വയം സേവകരുടെ കയ്യിൽ ഭദ്രമാണ്. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുമ്പോൾ മൂല്യാധിഷ്ഠിതമായ കുടുംബ ബന്ധവും വിദ്യാഭ്യാസ സഹകരണവും പരിസ്ഥിതി സംരക്ഷണവും സ്വദേശീനിഷ്ഠമായ ജീവിത സാഹചര്യവുമുള്ള ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി നാം ഓരോരുത്തരും വളരേണ്ടതിൻ്റെ ആവശ്യകതയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഭാരത ജനതയുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. രാഷ്ട്രത്തെ പരമവൈഭവ പ്രാപ്തിയിലേക്ക് എത്തിക്കുക, അതുവഴി വിശ്വത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ഭാരത സങ്കല്പത്തിലേക്ക്, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ആത്മതത്വത്തിലേക്ക് ഭാരതത്തെ നയിക്കാൻ കഴിയുക രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് മാത്രമേ കഴിയൂ. ശതാബ്ദി ആഘോഷിക്കുന്ന RSSന് ജനം ടിവിയുടെ ആശംസകൾ. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.